ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇന്നലെയുമൊക്കെ വലിയ തർക്കങ്ങളും ബഹളങ്ങളുമായിരുന്നു ലോക്സഭയിൽ ഉണ്ടായത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രേഖകളുമായി ബന്ധപ്പെട്ട് വലിയ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പുറത്തിറങ്ങി തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി അടക്കമുള്ളവർ പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ട്. അനൂപ് ദാസ് വിവരങ്ങളുമായിട്ടുണ്ട്. ശരി, നമുക്ക് പ്രതികരണത്തിലേക്ക് പോകാം. അനൂപ്, ഇപ്പോൾ ഈ ബീഹാറിലെ വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പാർലമെന്റിൽ ചർച്ചയായിട്ടുണ്ട്. എന്താണ് പ്രതിപക്ഷ നിലപാട്? സർക്കാർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? സഭ നിർത്തിവെച്ചിരിക്കുകയാണോ? ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ തുടർച്ചയായ 3ാമത്തെ ദിവസമാണ് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ബീഹാറിലെ വിഷയത്തിൽ സഭയിൽ നടക്കുന്നത്. ആ പ്രതിഷേധത്തിൽ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളും ഒരുമിച്ച് നിന്ന് പങ്കെടുക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ പ്രതിപക്ഷം ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കുകയാണ്. സഖ്യ പാർട്ടികളുമായി കൂടി ആലോചിച്ചതിന് ശേഷം അന്തിമമായ തീരുമാനമെടുക്കുമെന്നത്. അതായത് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ അപൂർവമായിട്ട് ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അതിസങ്കീർണമായിരിക്കുകയാണ്. പാർലമെന്റിൽ ഇന്നും ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു പ്രതിപക്ഷത്തുള്ള അംഗങ്ങൾ. പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല. ഇതേ തുടർന്ന് തുടക്കം മുതൽ തന്നെ പ്രതിഷേധമായിരുന്നു. ഏതാണ്ട് 50 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് മാറ്റാൻ പോകുന്നു എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. അതിന് സമാനമായിട്ടുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്നു. ഏതാണ്ട് 20 ലക്ഷം പേർ മരിച്ചുപോയി, 28 ലക്ഷം പേർ വീട് മാറിപ്പോയി, 1 ലക്ഷം ആളുകൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ള വിവരം. 1 മാസം മാത്രം നൽകി എങ്ങനെയാണ് 10ലധികം രേഖകൾ സംഘടിപ്പിക്കുക എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇന്നലെ JDUവിൽ നിന്നുള്ള MP തന്നെ, അതായത് ഭരണകക്ഷിയിൽപ്പെട്ട MP തന്നെ ചോദിക്കുന്നു, എനിക്ക് എൻ്റെ രേഖകൾ കണ്ടെത്താൻ 10 ദിവസം എടുത്തു, എങ്ങനെയാണ് സാധാരണ ജനങ്ങൾ വളരെ പെട്ടെന്ന് രേഖകൾ സംഘടിപ്പിക്കുക എന്ന ചോദ്യം ചോദിക്കുന്നു. ഇങ്ങനെ ഭരണപക്ഷത്തു നിന്ന് തന്നെ എതിർപ്പ് വന്ന സാഹചര്യത്തിൽ പ്രതിഷേധം അതിശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷ പാർട്ടികളുള്ളത്, അതായത് ഇന്ത്യ സഖ്യമുള്ളത്. അതിൻ്റെ അനുരണമാണ് നമ്മളിപ്പോൾ ലോക്സഭയിലും കാണുന്നത്. രാജ്യസഭയിലും ശക്തമായ പ്രതിഷേധത്തിന് ഇന്ത്യ സഖ്യം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സഭയിൽ നിന്ന് പുറത്തിറങ്ങി പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യ MP ചെയ്യുന്നത്. ശരി, ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കലാണ് വലിയ വിവാദങ്ങൾക്ക് തിരിവെച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതിനെ കുറിച്ച് വരെ ഞങ്ങൾ ആലോചിക്കുന്നുവെന്നാണ് തേജസ്വി യാദവ് അടക്കമുള്ളവർ പ്രതികരിക്കുന്നത്. വലിയ പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തുമുണ്ട്. 2 മണി വരെ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. അനൂപ് ദാസാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.